പിണറായി പോലെ ഭരിക്കാൻ മറ്റൊരാളില്ല. ജനങ്ങൾ ഈ സർക്കാരിനെ ഏത് രൂപത്തിലും വലിച്ചു ചാടണം എന്ന് അവസരം കാത്തിരിക്കുകയാണ്. ടീച്ചർ വരണമെന്ന് നമ്മളെ ആഗ്രഹം. പിണറായി ഭരണത്തിൽ ഹാപ്പിയാണ്. അല്ലല്ല, അയ്യോ, ആര് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ പണിയെടുത്തതിനെ നമുക്ക് രക്ഷയുള്ളൂ. കണ്ണൂർ 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 CPM-ന്റെ ഒരിക്കലും ഇളകാത്ത ഇടത് കോട്ട. സംഘടനാ സംവിധാനം കൊണ്ട് ഇടതിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കരുത്തുള്ള ജില്ല. 2021 തെരഞ്ഞെടുപ്പിൽ 11-ൽ 9 ഇടതിനൊപ്പം, ഇരിക്കൂറും പേരാവൂറും UDF-നൊപ്പം. റോൾ ക്യാമറ ഇലക്ഷൻ ഉള്ളത് കണ്ണൂരിലെ മാർക്കറ്റിലാണ്. ഇടതിനും വലതിനും പ്രതീക്ഷയുണ്ട്, പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളും. പക്ഷേ ജനമനസ്സറിയാൻ അത് ജനങ്ങളോട് ചോദിക്കണം. ചോദിക്കാം. ചേട്ടാ, കണ്ണൂരിൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഇടതിന്റെ ഇളകാത്ത കോട്ടകളൊക്കെ ഇക്കുറി ഇളകുവോ? ആര് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ പണിയെടുത്തതിനെ നമുക്ക് രക്ഷയുള്ളൂ. തുടരണം തന്നെയാണ് ഷുവറാണ്. ഇത് UDF ജയിച്ചാൽ തന്നെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അടിയിലാണ്. അവർക്കൊരു ഭരണം മാറ്റം വരണം, കണ്ണൂർ വികസനം വരണം. കാണാൻ പറ്റുന്ന വികസനം കാണുന്നില്ല. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ കേരളത്തിൽ? വന്നതൊന്നുമില്ല, പറഞ്ഞതെല്ലാം നടപ്പാക്കിയില്ല. പിന്നെ വന്നവിരുദ്ധ ആവശ്യമില്ലല്ലോ. പ്രതിപക്ഷത്തിന് കൃത്യമായ വിമർശനങ്ങളുണ്ടോ? അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? അവരോരോന്ന് പറയുന്നത് അതിന്റെ പൊളിയല്ലേ. വികസനം ചർച്ച ചെയ്യുന്നില്ല, വിവാദങ്ങളിൽ ചർച്ച ചെയ്യും. വിവാദങ്ങൾക്ക് ആൾക്ക് ആവശ്യമില്ല. ഈ രാജ്യത്തിന്റെ വികസനത്തിന് മോഡി ചെയ്ത വികസന പ്രവർത്തനത്തിൽ രഘുനാഥ് ജയിക്കുന്നതാണ് എന്റെ അഭിപ്രായം. LDF തന്നെ തിരിച്ചു വരണം. കാരണം വെച്ചാൽ പിണറായി പോലെ ഭരിക്കാൻ മറ്റൊരാളില്ല. നമ്മൾ എന്താണോ പറയുന്നത് അത് നടപ്പിലാക്കിയ വേറൊരു മുഖ്യമന്ത്രി ഇന്ന് വരാം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. UDF വേണ്ട. UDF എന്തായാലും വേണ്ട. BJPക്ക് ചാൻസ് കൊടുക്കാം. ഭയങ്കരമായ ഭരണവിരുദ്ധ വികാരമാണ് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. സർവ്വ മേഖലകളിലും അഴിമതിയും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനവും ഒക്കെ നടന്നുകൊണ്ട് ജനങ്ങൾ ഈ സർക്കാരിനെ ഏത് രൂപത്തിലും വലിച്ചു ചാടണം എന്ന് അവസരം കാത്തിരിക്കുകയാണ്. 85-നും 90-നും മധ്യ വോട്ട് നേടി UDF അധികാരത്തിൽ വരും എന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷ. തുടർഭരണം തീർച്ചയായിട്ടും ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടി അതേ സീറ്റ് നിലനിർത്തും. ധർമ്മടത്ത് മുഖ്യമന്ത്രിക്ക് ഭൂരിപക്ഷം എത്ര? ഭൂരിപക്ഷം കൂടും. 50,000-ന് മുകളിലേക്ക് കൂടും. കഴിഞ്ഞ കൂടും. പിണറായി ഭരണത്തിൽ ഹാപ്പിയാണ്. അല്ലല്ല, അയ്യോ, എന്ത് ഭരണം? അത് ഭരണമാണോ? അത് പ്രശ്നങ്ങളേ ഉള്ളൂ. ഗ്യാസ് കിട്ടാനില്ല. എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിത്യം പ്രശ്നങ്ങളാണ്. ഏതാ പ്രശ്നങ്ങളില്ലാത്തത്? 10 കൊല്ലമായാലും LDF ഭരിക്കുന്നത്. ഇനി UDF ഭരിക്കട്ടെ. പ്രതിപക്ഷ സ്ഥാനത്ത് LDF വേണം. വികസനം ഉണ്ട്, പക്ഷേ ആഭ്യന്തരമായിട്ടും മറ്റുള്ള കാര്യങ്ങൾ ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഫസ്റ്റ് 5 കൊല്ലം ഓക്കെയാണ്, രണ്ടാമത്തെ 5 കൊല്ലം വളരെ പോക്കാണ്. കുറച്ച് അഹങ്കാരം കൂടി. 2000 മാസം കൊടുക്കുന്നില്ലോ ക്ഷേമ പെൻഷൻ. UDF വന്നാൽ അതൊന്നും കുറച്ച് ഉണ്ടാവില്ല. പിണറായി സാർ തന്നെ വരണമെന്നാണ് നമ്മളെ ആഗ്രഹം. ഒരു വനിതാ മുഖ്യമന്ത്രി വരണ്ടേ? വരണം. ആര് വരണം എന്നാ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു വനിതാ മുഖ്യമന്ത്രി. നമുക്ക് ശൈലജ ടീച്ചർ. പേരാവൂരിൽ ഇത്തവണ ടീച്ചർ ജയിക്കുമോ? ശൈലജ ടീച്ചർ വരണമെന്ന് നമ്മളെ ആഗ്രഹം. UDF UDF കൊള്ളക്കാർ പോകണോ? നല്ലൊരു ഭരണം വരണം. മോശമില്ലാന്ന് നമ്മൾ പറയും. UDF വന്ന മാറ്റം ഉണ്ടാവുന്നാണോ പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷയുണ്ട്. ആരാണ് മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ചെന്നിത്തല ആണ് സാധ്യത. കണ്ണൂരിലെ കാര്യം എടുത്തു കഴിഞ്ഞാലേ സുധാകരൻ കുറച്ച് കലിപ്പിലാണല്ലോ. സുധാകരൻ പോയിക്കോട്ടെ. സുധാകരൻ ആറ് ഭരണം മാറണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. LDF മാറി UDF വരണം. എന്തെങ്കിലും ഒരു മാറ്റം വരണ്ടേ? ഒരു മാറ്റം വരേണ്ടത് കൊണ്ട് UDF വന്നാൽ കൊള്ളാം. അതെ. കളരിക്ക് പേരുകേട്ട കണ്ണൂരിൽ രാഷ്ട്രീയ പാർട്ടികൾ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ ആ രംഗം ജയിക്കും. കണ്ണൂരിലെ ജനങ്ങൾ പറയുന്ന പലതരം അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനി കൂടുതലൊന്നും നമ്മൾ പറയാനില്ല. ബാക്കിയെല്ലാം മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ, കണ്ണൂരിലെ ജനങ്ങൾ തീരുമാനിക്കും. അടുത്ത ലൊക്കേഷനിലേക്ക് റോൾ ക്യാമറ ഇലക്ഷൻ.